ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം ഞാൻ ഈ വീഡിയോയിൽ വേറെ വിഷ്വൽ കാണിച്ചു കേട്ടോ. അത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം കേട്ടോ. ലാസ്റ്റ് വീഡിയോൻ്റെ അഭിപ്രായം പറയാം. അപ്പോൾ വീഡിയോയിൽ ഞാൻ ആ വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ വിഷ്വൽ കണ്ടല്ലോ, ആ കണ്ടൻസറും എലി കടിച്ച പോലെ ഉണ്ട്. നമ്മളെ എലി എന്തെങ്കിലും കടിച്ചു കഴിഞ്ഞാൽ ഭാഗം ഉണ്ടാവും, അതേപോലെ രണ്ട് ഭാഗം കടിച്ചിട്ടുണ്ട്. അതേപോലെ റേഡിയേറ്ററിൻ്റെ ഭാഗം എലി കടിച്ച പോലെ ഒക്കെ ഉണ്ട്. അതായത് അതിൻ്റെ പിൻസ് കട്ട് ചെയ്തിട്ടുണ്ട്, ആ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അവിടെ ലീക്ക് ഉണ്ടാവും. ആ പിൻസിൻ്റെ ഏതെങ്കിലും ഒരു ലൈനിൽ ലീക്ക് ഉണ്ടാവും. അപ്പോൾ ആ ലൈൻ കണ്ടൻസർ റേഡിയേറ്റർ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉടായ്പ പരിപാടി ചെയ്യുന്നതാണ് ആ സംഭവം. ആ ഭാഗം കട്ട് ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യട്ടോ, ബ്ലോക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത് വെച്ചാൽ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബാധിക്കുമെന്നല്ലേ? ബാധിക്കും. അപ്പോൾ കണ്ടൻസറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ കൂളിങ്ങിനെ അത് ബാധിക്കും. റേഡിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ്റെ ഹീറ്റിനെ ബാധിക്കും. അപ്പോൾ കണ്ടൻസർ ആണെങ്കിൽ നമുക്ക് എ സിക്ക് തണുപ്പില്ല എന്ന് വിചാരിക്കാം. പക്ഷേ റേഡിയേറ്റർ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ എഞ്ചിനെ ബാധിക്കും. എഞ്ചിൻ ഓവറേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ചാൻസ് അല്ല, ചില വണ്ടികൾക്ക് ഹീറ്റ് ആവുന്നുണ്ട്. അതിന് മുന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 800 ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റേഡിയേറ്ററിൽ വർക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 2 ലൈന് ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ വണ്ടി എങ്ങനെ ആയാലും വണ്ടി ഓവറേറ്റ് ആവും. ഫാനും കാര്യങ്ങളൊക്കെ വർക്കാവുണ്ട്, കൂളനും കാര്യങ്ങൾ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 2 ലൈന് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്ലോ അതിൽ വ്യത്യാസം വന്നതുകൊണ്ട് തന്നെ എഞ്ചിൻ ബ്ലോക്ക് ആവും. അതേപോലെ ഇതിലും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ പിൻസിൻ്റെ ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ കൂടുതലായിട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് എഞ്ചിനെ കാര്യമായിട്ട് ബാധിക്കും. മറ്റേ കണ്ടൻസാണ് പോട്ടെ, എ സി കൂളിംഗ് ഇല്ലാന്ന് വിചാരിക്കാം, അങ്ങനെ അത് പോയിക്കോളും. പക്ഷേ എഞ്ചിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് എഞ്ചിൻ പണി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ചിലപ്പോൾ ഗ്യാസ്കറ്റ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ റേഡിയേറ്റർ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ മാറണമാണ്. ഇങ്ങനെയൊക്കെ ഉടായ്പ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറച്ച് ഓടുള്ളൂ കേട്ടോ. അത് അപ്പുറത്ത് ലീക്കായി വരും. അത് ലെംസിലിട്ട് ഒട്ടിച്ചാൽ തോന്നുന്നു, അതിൻ്റെ ഉൾഭാഗം ലെംസിലിട്ട് ഒട്ടിച്ചാൽ സംശയമുണ്ട്. എന്നാലും ഇത് കസ്റ്റമറെ കൊണ്ടുപോയിട്ട് റേഡിയേറ്റർ കടയെ കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുവരണോ ഈ കാര്യം ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് കൊണ്ടുവരണത്. മറ്റേത് കണ്ടൻസർ അലുമിനിയം വെൽഡ് ചെയ്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്, അത് പോട്ടെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ റേഡിയേറ്ററിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ചെയ്തും റേഡിയേറ്റർ ലീക്ക് ഉണ്ടെങ്കിൽ മാറുക. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ടാങ്ക് മാറ്റി വയ്ക്കാം. പക്ഷേ ഇത് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്, വണ്ടി ഓവറേറ്റ് ആവും. ഓവറേറ്റ് ആയി കഴിഞ്ഞാൽ ഹെഡ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ ചെയ്യണം? നമ്മൾ ചെറിയൊരു എമൗണ്ടിന് ലാഭത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഇരട്ടി നഷ്ടമാവും. ഇതിങ്ങനെ ചെയ്തു വിചാരിക്കും. ഇങ്ങനെ ചെയ്ത് വണ്ടിയിൽ കയറ്റി വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നീക്കി വരും. അപ്പോൾ ഇത്രയും ചെയ്ത പണിയും പോവും, അതിൻ്റെ ലേബറും അയക്കുമ്പോൾ പിന്നെ രണ്ടാമത് പുതിയത് മേടിക്കേണ്ടി വരും. ആദ്യം തന്നെ പുതിയത് വെക്കണം ഏറ്റവും ബെറ്റർ. ചിലപ്പോൾ ഇത് കുറച്ച് ഓടിക്കണം. ഇത് എന്തായാലും അധിക കാലം ഓടുന്നില്ല, കുറച്ച് കാലം ഓടും, അത് ഓക്കെ. അടുത്ത പണിയും ചെയ്യേണ്ടി വരും. അപ്പോൾ എമൗണ്ട് കസ്റ്റമർക്ക് തന്നെയാണ് നഷ്ടം, നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് കിട്ടിയ ലേബർ മേടിക്കും കേട്ടോ. പിന്നെ അടുത്ത് വരുമ്പോൾ നമ്മൾ ആ ലേബറിന് മേടിക്കും. അപ്പോൾ ഇങ്ങനെ ലീക്കും കാര്യങ്ങളുണ്ട്. നിങ്ങൾ റേഡിയേറ്റർ വന്ന് ഒരിക്കലും പണിയാൻ നിൽക്കരുത്. അതിൻ്റെ ടാങ്ക് പൊട്ടി അങ്ങനെ അപ്പർ ടാങ്കും ലോവർ ടാങ്കും ഒക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. മേടിക്കാനുള്ള റേഡിയേറ്റർ കടയിൽ ഉണ്ടാവും കേട്ടോ, അവർ ചെയ്യാറുണ്ട്. അതും ഓക്കെ, അത് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഈ പിൻസും കാര്യങ്ങളും ബ്ലോക്ക് ചെയ്തില്ല പരിപാടി ചെയ്യാതിരിക്കണം ഏറ്റവും ബെറ്റർ, എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യാം. ഒപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണാം.